വീടിന്റെ കഴിവശത്ത് അമ്മയ്ക്കതൊരു വടിയെടുത്ത് ഞാനിങ്ങനെ വരുന്ന വഴി എന്നെ പേടിച്ച് നാല് പൂച്ചങ്ങൾ വെച്ചു. ഞങ്ങളുടെ അത്ത ഈ ഉപഹാരം ചോദിച്ചു വാങ്ങിയത് കൊള്ളാം, അൽഹംദുലില്ലാഹ് ആണെന്നറിയുന്നു. അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളും അതോടൊപ്പം ബാക്കി സഹകരിക്കുന്ന ഇൻട്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും എണ്ണത്തിനെ പെറ്റ് വളർത്തിയ ഉമ്മാണ്. ചില്ലറ പാടൊന്നുമല്ല പെട്ടേക്കുന്നത്. ഇവരെ മേയ്ക്കാൻ ഒരുപാട് പാടുപെട്ടു. ആ കോക്കാട്ടത്തെ അന്നത്തെ ഒരു കയറ്റമുണ്ട് ആ വീടിന്. പടച്ചതിനെ അത് കയറാൻ പെടുന്ന പാട്, അതോ താഴെ നിന്ന് മുകളിൽ വരെ എത്താൻ എന്തൊരു പാടാണ്. ആ പാടത്ത് മൊത്തവും പെട്ട് ഇങ്ങനെ വളർത്തി വന്ന മക്കളാണ് ഇവരിന്ന് നല്ല നിലയിലായി. അതിന്റെ ദുആയാണ്. എനിക്ക് അതിനേക്കാളും ഉപരി എന്ന് പറയുന്നത് അത്തത്തെ പണ്ട് ഈ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോ, നമ്മുടെ കുളത്തുപുഴ പള്ളിയിൽ ചെല്ലുമ്പോ ഖുർആൻ ഓതും. അപ്പൊ ഖുർആൻ ഓതുമ്പോ ഇങ്ങനെ ആദ്യം ഇരുന്ന് ഓതും. കുറെ നേരം ഇരുന്ന് ഓതുമ്പോ മൂട് കഴിക്കും, ശ്വാസം മുട്ടും. അപ്പൊ എണീച്ച് നിൽക്കും. എണീച്ച് നിന്നിട്ട് ആ ജനലിന്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഖുർആൻ ഇങ്ങനെ പിടിച്ച് ഓതുന്ന രംഗം ഞാൻ കാണാറുണ്ട്. പുതിയ തലമുറയില് അടുത്ത തലമുറയിലേക്ക് വന്നപ്പോ അത് ആരിലും ഞാൻ കണ്ടില്ല. പിന്നെ കണ്ടത് ഈ കോക്കാട്ടത്തെ മാമിയിലാണ്. ഞാൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, വെള്ളിയാഴ്ചയാണ് ഞാൻ വിളിക്കുന്നത്, മാമി കഹഫ് ഓതിയായിരുന്നോ? എടാ ഞാൻ ഇന്നലെ 3 എണ്ണം ഓതി. നമ്മൾ എത്ര കേട്ടോ. ഞാൻ വന്നപ്പോ എല്ലാവർക്കും അസ്സലാമലൈക്കും. ഞാൻ ജാസ്മിൻ ദുബായിൽ നിന്ന് സംസാരിക്കുന്നു. ഞാനാണെങ്കിൽ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് 3 എക്സാം ഉണ്ട്, പുറത്തു വേണം. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് പോയേക്കാണ്. അവരൊക്കെ പറയാം, അവരുടെ പുറത്ത് റെഡിയായിട്ട് 12 മണിക്ക് എക്സാം ഉണ്ട്. അവരുടെ 5 മിനിറ്റ് മുട്ടായി നോക്കട്ടെ, വണ്ടിക്കകത്ത് കാണണം. കഴിച്ചു. അത് 2 പേരുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന മാമാണ്. മാമിക്ക് ആദ്യം ഒരു ഉപഹാരം, അതിന്റെ പിന്നാലെ മാമാക്കുണ്ട്. മാമ അവശതയാണ്, നമ്മളെല്ലാം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഉണ്ടല്ലോ അല്ലേ? കേട്ടോ? നമ്പർ 1 2 3. ഒരു മോം പാടുന്ന പോലും ശ്രദ്ധിച്ചിട്ടില്ല. അത്രയ്ക്ക് കാര്യമായിട്ടാണ് കൊച്ചുസായി നോക്കുന്നത്. അതിനു വേണ്ടി ചിന്നമ്മയൊക്കെ ആദരിക്കാൻ വേണ്ടി മകൻ അഫ്സൽ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. പലവരുടെയും മുഖങ്ങൾ മാത്രമേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഈ ഒരു സംഗമത്തിനോടൊപ്പം എനിക്ക് പലവരെയും കാണാനും അവരോടുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവസരം ഒരുക്കി തന്ന എൻ്റെ 2 കൊച്ചന്മാരെ, ഷെഫീഖ് കൊച്ചായും അഫ്സൽ കൊച്ചായും ഞാൻ ഹൃദയത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഫവാസിന്റെ മുമ്പിൽ വെച്ച് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് വീണ്ടും സ്തുതി. പിന്നെ മാമാക്ക് ആ പുരസ്കാരം ഒരു പൊന്നാട അണിയിക്കലുണ്ട്. അപ്പൊ അതിനുവേണ്ടി മാമാക്ക് പുരസ്കാരം പൊന്നാട അണിയിക്കാൻ വേണ്ടി ഏരുളത്തെ രോമാഞ്ചവും ഏരുവിന്റെ ഹൃദയലോണ്യമായ ഏരുവിന്റെ എല്ലാമായ
ആകെ 5ാമത്തെ ആളാണ്, 5ാമത്തെ ലാസ്റ്റ് വയറെഴുതിയ പുള്ളാന്ന് പറയുന്ന ആള് കൊടുക്കുന്നു. അറിയില്ല. അത് കഴിഞ്ഞ് കുളത്തൂപ്പുഴയിൽ ആദ്യമായി ഷിഹാന എന്നുള്ള പേര് വെച്ചൊരു ഓട്ടോറിക്ഷ ഇറക്കിയത് കൊച്ചത്തായ, അറിയുമോ എന്നറിയില്ല. ഇതൊക്കെ അടുത്ത ചിന്നമ്മക്ക് നമുക്ക് പുരസ്കാരം കൊടുക്കാനാണ്. ചിന്നമ്മയെ അറിയാലോ, പത്തനാപുരത്ത് ഇത് ഞാൻ പറയട്ടെ, മരുന്ന് കഴിക്കണം ഇല്ലേ മോനെ? മരുന്ന് ഈ അമ്മച്ചി കണ്ണ് അതിലൊട്ടും യോഗ്യതയില്ലാതിട്ടും നിത്യം ഭാഗവതമുട്ടും നേട്ടം തിട്ടം ഗുണമെത്താൻ കൊതിയുണ്ട്. അമ്മാവനിന്റെ വെട്ടമകത്തം ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കൊഞ്ചത്തെ വീടുകളൊക്കെ നിന്റെ കഞ്ചകമാരങ്ങളെടുത്ത് പാലൂതവയ്ക്ക് നീ
അഴകായി ഒരു നാളിൽ വിരവായി ഏഴഴകുള്ളൊരു തേരിൽ എന്റെ ഗായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നടൂരി പുഞ്ചിരിയുണ്ട് അവർ കൂടം പോലെ കൊഞ്ചി വരുന്ന കിളികളുണ്ട് അമ്മയ്ക്ക് കൂട്ടു നടക്കാൻ കുന്നാര പൈക്കളുണ്ട് കടത്തിനോളം വിളിച്ചോടിയുണ്ട് ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വന്നാൽ നല്ല ഫ്രീ ആയി പോയി ഭർത്താവിനോട് പറയാൻ പറ്റും എന്നൊരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫ്രീ ആയി ജീവിക്കാൻ പറ്റും, നമുക്ക് നന്നായി പെരുമാറാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം, എന്നെ നല്ലൊരു ഭർത്താവാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 60 മാർക്കൊക്കെ കൊടുക്കും. പക്ഷെ നല്ലൊരു ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാലും ഒരു 90 മാർക്കൊക്കെ കൊടുക്കും. കാരണം എനിക്ക് എന്തോ പറയാം, എന്തോ ഒരു ഫ്രണ്ടിന് ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ എനിക്ക് ഇക്കായോട് അപ്രോച്ച് ചെയ്യാനും സംസാരിക്കാനും പറ്റും. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്. അടുത്ത വർഷത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബസമേതം ഒരു ഉംറയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനകത്ത് റമദാനിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 10 ദിവസമോ 15 ദിവസമോ സെലക്ട് ചെയ്ത് പോകാൻ ആഗ്രഹമുള്ളവർ നമുക്ക് അടുത്ത വർഷം റമദാൻ ലിസ്റ്റ് ഇടാം. അവരെ മാതാപിതാക്കളെയൊക്കെ കൊണ്ടുപോകാൻ കഴിയും, അവരെ കൈപിടിച്ച് കൊണ്ടുപോകാൻ കിട്ടിയ ഒരു അവസരമാണ്. പിന്നെ അതിനകത്ത് ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ വല്ലതും ഉണ്ടോയെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സംസാരിച്ച് അവരെ കൂടെ സഹായിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബാക്കിയുള്ളവരുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവർക്ക് എങ്ങനെ അതിനെ സ്വരുക്കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചും ഇപ്പൊ ചിലപ്പോ ജാസ്മിത്തെ എപ്പോഴും പറയും ഞങ്ങള് ഒരു പുരുഷന്റെ കീഴിൽ